ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇമോലിൻ ക്രീമിനെ കുറിച്ചിട്ടാണ്. ഇമോലിൻ ക്രീമിന്റെ ഓൾറെഡി ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ക്രീം സേഫ് ആണോ, ഇത് ഏത് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്താൽ ക്യാൻസർ വരുമെന്ന് പറയുന്നു. സോ ഇതൊക്കെ ശരിയാണോ? സോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇമോലിൻ ക്രീമിനെ കുറിച്ചിട്ടാണ്. ഇമോലിൻ ക്രീം സേഫ് ആണോ, അല്ലെങ്കിൽ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെ അത് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, ക്യാൻസർ ഉണ്ടാവുമോ, ഇതിനെക്കുറിച്ചിട്ടെല്ലാമാണ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ക്രീം എന്താണ്? ഇമോലിൻ ക്രീം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഹൈഡ്രേഷൻ പർപ്പസിന് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് പർപ്പസിന് വേണ്ടി മെയിൻലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്രീംസിൽ വരുന്ന ഒന്നാണ് ഇമോലിൻ ക്രീം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു സൈഡ്, രണ്ട് സൈഡിലായിട്ടായിരിക്കും ഇൻഗ്രീഡിയൻസ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാണാം, ഒരു സൈഡിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണാം. സോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ വരുന്നത് പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ, യൂറിയ അല്ലെങ്കിൽ ഡയസോളിഡിനേൽ യൂറിയ എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് കോൺസെൻട്രേഷനിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് ഇതിന് വരുന്ന ഇൻഗ്രീഡിയൻസ്. ഈ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്തിനാണ് മെയിൻലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മെയിൻലി സ്കിൻ കെയർ പ്രോഡക്ട്സിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ ഒരു പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഹ്യൂമെക്റ്റൻ പ്രോപ്പർട്ടി ഉണ്ട്. ഹ്യൂമെക്റ്റൻസ് എന്താ, ഇമോലിയൻസ് എന്താന്നൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമെക്റ്റൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വാട്ടറിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ഹെൽപ്പ് ചെയ്യും. സോ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ആണ് ഈ ഒരു ക്രീമിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കാം, പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെട്രോളിയം പ്രോഡക്ട്സ് കാർസിനോജനിക് ആണോ, ക്യാൻസർ ഉണ്ടാക്കുമോ എന്നൊരു ഡൗട്ട് വരാം. ആക്ച്വലി കോസ്മെറ്റിക് ഗ്രേഡിൽ വരുന്ന പെട്രോളിയവും കൊമേഴ്ഷ്യൽ ഗ്രേഡിൽ യൂസ് ചെയ്യുന്ന പെട്രോളിയം രണ്ടും രണ്ടാണ്. ഈ ഒരു കോസ്മെറ്റിക് ഗ്രേഡിൽ യൂസ് ചെയ്യുന്ന പെട്രോളിയം അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇത് കാരണം യാതൊരു ക്യാൻസറോ അല്ലെങ്കിൽ ഇതിന് കാർസിനോജിക് പ്രോപ്പർട്ടിയോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്രീമിൽ നമുക്ക് നോക്കി ആ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് 15 മില്ലിഗ്രാം, അതായത് ഈച്ച് ഗ്രാം കണ്ടെയ്ൻ 15 മില്ലിഗ്രാം പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഓരോ ഗ്രാമിലും 15 മില്ലിഗ്രാം പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എൻറ്റയർ ആ ലിസ്റ്റ് നോക്കിയാൽ തന്നെയും 1.5% പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ മാത്രമേ ആ ഒരു ക്രീമിലുള്ളൂ. അത് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാക്കാറില്ല. സോ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. അത് കാരണം ക്യാൻസർ ഉണ്ടാവുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ യൂറിയ അല്ലെങ്കിൽ ഡയസോളിഡിനേൽ യൂറിയ എന്ന് പറയും. യൂറിയ മെയിൻ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂറിയയ്ക്ക് ഒരു ഹ്യൂമെക്റ്റൻ പ്രോപ്പർട്ടി ഉണ്ട്. മെയിൻലി സ്കിൻ കെയറിൽ യൂറിയ യൂസ് ചെയ്യുന്നത് ഇതിനൊരു ഹ്യൂമെക്റ്റൻ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഇത് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ മെയിൻലി പ്രിസർവേറ്റീവ് കോൺസെൻട്രേഷനിലാണ് യൂറിയ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രീമിന് അത്ര വലിയ എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഒന്നുമില്ല. കാരണം ഇതിൽ വളരെ ചെറിയ ഒരു പ്രിസർവേറ്റീവ് കോൺസെൻട്രേഷനിലുള്ള യൂറിയ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ മാത്രമായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് അത്ര വലിയ ഒരു ഹ്യൂമെക്റ്റൻ പ്രോപ്പർട്ടിയോ അത്ര വലിയ ഒരു ഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയോ തരാറില്ല. പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീമിൽ കുറച്ചുകൂടി ഹൈഡ്രേഷൻ പ്രോപ്പർട്ടി കൂട്ടാനായിട്ട് ഒരുപാട് അല്ലാത്ത കുറച്ചുകൂടി ഹ്യൂമെക്റ്റൻ അല്ലെങ്കിൽ എമോലിയൻ പ്രോപ്പർട്ടി ഉള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിസിത്തിൻ, ഗ്ലിസറിൻ, സ്ക്വാലിൻ ഇങ്ങനെയുള്ള നല്ല ഹൈഡ്രേഷൻ പവർ കുറച്ചുകൂടി തരുന്ന ഇൻഗ്രീഡിയൻസും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോലിൻ ക്രീം എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ്, ഒരു ഹൈഡ്രേഷൻ, നല്ലൊരു ഹൈഡ്രേഷൻ പവർ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇനി ഇത് ഏത് സ്കിൻ ടൈപ്പിനൊക്കെ സ്യൂട്ട് ആവും. ഇമോലിൻ ക്രീം മെയിൻലി യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിൻ ട്രീറ്റ് ചെയ്യാനാണ്. അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഡ്രൈ സ്കിന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്രീമാണ് ഇമോലിൻ ക്രീം. അതിനോടൊപ്പം ചില സ്കിൻ കണ്ടീഷൻസിനൊക്കെ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതായത് ഡ്രൈനെസ് കാരണം ഉണ്ടാവുന്ന ചില സ്കിൻ കണ്ടീഷനിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ക്രീമും കൂടിയാണ് ഇമോലിൻ ക്രീം എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈ സ്കിന്നിനാണ്. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു ക്രീമാണ് ഇമോലിൻ ക്രീം. അതിനോടൊപ്പം തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാവൂന്ന് വെച്ചാൽ
ചില ഓയിലി സ്കിൻ, അതായത് ഒരുപാട് ഓയിലി ഫീൽ അല്ലാത്ത ടൈപ്പ് ഓഫ് സ്കിന്നിന്, അല്ലെങ്കിൽ ഓയിലി സ്കിൻ തന്നെ ആയിരിക്കും, വിന്റർ സീസൺ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാകുന്നു. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഇമോലിൻ ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇമോലിൻ ക്രീം എന്ന് പറയുന്നത് നോൺ കോമിഡോജനിക് ആണോ, അല്ലെങ്കിൽ നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യുമോ എന്ന് വെച്ചാൽ ചെയ്യുമെന്ന് തന്നെ പറയാൻ പറ്റൂ. കാരണം ഇത് നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ഒരു ക്രീം അല്ല. കാരണം ഇതിൻ്റെ അകത്ത് മെരിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ വന്നിട്ട് കൊമിഡോജനിസിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 5/5 ആണ് അതിൻ്റെ കൊമിഡോജനിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് വളരെ ഹൈ ആയിട്ട് കൊമിഡോജനിക് ആയിട്ട് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത് നോൺ കൊമിഡോജനിക് ആണോ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഒരു മെരിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ കൂടിയോ മിക്സ് ചെയ്താൽ അതിൻ്റെ കൊമിഡോജനിസിറ്റി കുറയുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിൻ്റെ കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് കൊമിഡോജനിസിറ്റി കുറവായിരിക്കും. പക്ഷേ ഇത് നോൺ കൊമിഡോജനിക് ആണോ ഈ ഒരു ക്രീം എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കും. കാരണം അതിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലായിരിക്കും നോൺ കൊമിഡോജനിക് എന്ന് കാരണം ഇതിൽ ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊമിഡോജനിക് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോസിനെ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്നി പ്രോൺ സ്കിന്ന്, നല്ല ഓയിലി സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ക്രീം ഉപയോഗിക്കാനായിട്ട്. ഇനി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ, ആക്ച്വലി ഇപ്പോൾ നമ്മൾ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേ ചെക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും BHA, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ എന്ന് പറയുന്നത്. BHA എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീറ്റ ഹൈഡ്രോക്സി ആസിഡുമായിട്ട് കമ്പയർ ചെയ്യില്ല, അത് രണ്ടാണ്. സോ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കാർസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കോൺസെൻട്രേഷനെ ഉപയോഗിക്കാറുള്ളൂ. ഇത് പ്രിസർവേറ്റീവ് പർപ്പസിന് വേണ്ടി ഫുഡിലും കോസ്മെറ്റിക്സിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്തൊക്കെ ആ ഒരു കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് കൊണ്ട് ക്യാൻസർ ഉണ്ടാവും എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇത് നമ്മുടെ സ്കിന്നിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യത്തില്ല, വളരെ മൈന്യൂട്ട് കോൺസെൻട്രേഷനിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു പേടി കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില പ്രോഡക്ട്സിലൊക്കെ BHA ഫ്രീ എന്ന് പറഞ്ഞ് വരാറുണ്ട്. കാരണം BHAക്ക് ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മിക്കവരും BHA ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ടോളുവിൻ ആണ്. ടോളുവിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയായിരിക്കും, നെയിൽ പോളിഷിൽ, പെയിന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ ഒരു ടോളുവിൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വരെയും സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. എന്നാലും ടോളുവിൻ അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിൽ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം. സോ അതിൽ മെയിനായിട്ട് വരുന്ന ഞാൻ നോട്ടീസ് ചെയ്ത 2 ഇൻഗ്രീഡിയൻസ് ഈ രണ്ടുമാണ്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഭയങ്കര വലിയൊരു സൈഡ് എഫക്ട്സ് ഒന്നും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാറില്ല. പിന്നെ അങ്ങനെ വലിയ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമെങ്കിൽ ഒരിക്കലും ഇത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യത്തില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോരെ. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട് ഇതിൻ്റെ അകത്ത് ആൽക്കഹോൾ ഉണ്ടോയെന്നായിരിക്കും. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മെയിൻലി നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് സിറ്റൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു ആൽക്കഹോൾ ഉണ്ട്. സിറ്റൈൽ ആൽക്കഹോൾ ഒരു ഫാറ്റി ആൽക്കഹോൾ ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ് നമ്മുടെ സ്കിന്നിൽ. അതായത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ പവർ കൂട്ടാൻ വേണ്ടി ഒരു ആൽക്കഹോൾ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഒരു ആൽക്കഹോൾ, ചില ആൽക്കഹോൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാവത്തില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ആൽക്കഹോൾ അല്ല സിറ്റൈൽ ആൽക്കഹോൾ. അതുപോലെ തന്നെ സിറ്റൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ സിറ്റൈൽ ആൽക്കഹോൾ ഉള്ള പ്രോഡക്ട്സിലായാലും ആൽക്കഹോൾ ഫ്രീ എന്ന് മെൻഷൻ ചെയ്യാൻ അലൗഡഡ് ആണ്, FDA അലൗഡഡ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ തന്നെയാണ്. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രീം ആക്നീസ് യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ സ്കിൻ ലൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ. ആക്നി ഉള്ള സ്കിൻ ടൈപ്പുകാർ ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ ആക്നി ട്രീറ്റ് ചെയ്തതൊക്കെ രീതിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ സ്കിൻ ലൈറ്റനിങ് പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈഡ്രേഷൻ പവർ നമ്മുടെ സ്കിന്നിന് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രേഷൻ കൂടുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി നമ്മുടെ സ്കിന്നിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് ഒരു നല്ലൊരു ഹൈഡ്രേഷൻ, നല്ലൊരു ഹെൽത്തി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ സ്കിൻ ലൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഈ ഒരു ക്രീമിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീം അല്ല. പിന്നെ ആകെ എനിക്ക് തോന്നിയത് ഈ സ്ക്വാലിൻ ഉണ്ട്. സ്ക്വാലിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ വ്രിങ്കിൾസ്, ഏജിങ് സൈൻസ് ഒക്കെ മിക്ക ആൻറ്റി ഏജിങ് ക്രീംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നിയുള്ളൂ. എമോലിൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഫ്രീ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്.
ഇമോലിൻ ക്രീം എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകും. അതുപോലെ തന്നെ ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. ചില സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രീമാണ് ഇമോലിൻ ക്രീം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നും റഫ് സ്കിന്നും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ ഇമോലിൻ ക്രീം പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇമോലിൻ ക്രീം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവണമെന്നില്ല. മെയിൻലി ഓയിലി സ്കിൻ, ആക്നി പ്രോൺ സ്കിൻ ഇങ്ങനെയുള്ള സ്കിന്നിനൊന്നും ഇമോലിൻ ക്രീം അങ്ങനെ സ്യൂട്ട് ആവാറില്ല. അതുപോലെ തന്നെ ചിലർക്ക് ഇമോലിൻ കാരണം ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. മെയിൻലി വരുന്ന ഇറിറ്റേഷൻസ് ചൊറിച്ചിലാണ്. അതുപോലെ തന്നെ നല്ല നീറ്റൽ ഈ ഒരു ക്രീം ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര പുകച്ചിൽ പോലെ ഫീൽ ചെയ്യാറുണ്ട്. സോ അതൊക്കെയാണ് മെയിൻലി ഇതിനകത്ത് വരുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇമോലിൻ ക്രീമിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.